Dear students, today we discuss the Meson theory of nuclear forces. The Meson theory of nuclear forces describes the fundamental origin of nuclear forces which binds the nucleons together in the nucleus. The Meson theory of nuclear forces was put forward by a Japanese scientist, Hideki Yukawa, in 1935. It is based on the concept that a particle exchange can produce either an attractive force or a repulsive force. ഇവിടെ പറയുന്നത് രണ്ട് പാർട്ടീസ് തമ്മിലുള്ള പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് ഒരു അട്രാക്റ്റീവ് ഫോഴ്സോ റിപ്പൾസീവ് ഫോഴ്സോ അവയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതിന് കാരണമാകുമെന്നാണ്. അതിനൊരു എക്സാമ്പിളായിട്ട് രണ്ടാൾക്കാർ ഒരു ബാസ്കറ്റ് ബോൾ എക്സ്ചേഞ്ച് ചെയ്യാൻ നിൽക്കാം. അപ്പോൾ അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആ ബാസ്കറ്റ് ബോൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനൊരു എക്സ്ചേഞ്ച് നടക്കുന്ന സമയത്ത് ഈ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ളതുകൊണ്ട് അവർ ബോൾ ത്രോ ചെയ്യുക അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യുക, ഈ രണ്ട് പ്രോസസ്സാണുള്ളത്. ഈ രണ്ട് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അവരുടെ മൊമെൻറ്റം ചേഞ്ച് ചെയ്യും. ഈ മൊമെൻറ്റത്തിലുള്ള ചേഞ്ചാണ് ഈ അട്രാക്റ്റീവ് ഫോഴ്സോ അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? ഒരു ചേഞ്ച് ഇൻ മൊമെൻറ്റം ക്രിയേറ്റ്സ് എ ഫോഴ്സ്. That is according to the Newton's second law of motion. അല്ലേ? ഇവിടെ പറയുന്നുണ്ട് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം. അല്ലേ? എഫ് ഇസ് ഈക്വൽ ടു dp/dt. ഇനി മൊമെൻറ്റത്തിലുള്ള ചേഞ്ചിനനുസരിച്ച് അത് അട്രാക്റ്റീവ് ഫോഴ്സോ അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സോ ആയിട്ട് മാറും. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് മെസോൺ തിയറി ന്യൂക്ലിയർ ഫോഴ്സസിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു Yukawa's theory, the nuclear forces arises due to the exchange of pions or pi mesons. ഈ പൈ മെസോൺസിനെ ഷോർട്ടാക്കി എഴുതിയിരിക്കുന്നതാണ് പയോൺസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ ഫോഴ്സസ് ഉണ്ടാകുന്നത് പയോൺസിൻ്റെ എക്സ്ചേഞ്ച് കൊണ്ടാണ്. അതായത് ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺസും പ്രോട്ടോൺസും, ന്യൂക്ലിയസിനകത്തുള്ള ന്യൂട്രോൺസും പ്രോട്ടോൺസും പയോൺസ് എന്നുള്ള പാർട്ടിക്കിൾസ് അവയ്ക്കിടയ്ക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടാകുന്നത് എന്നാണ് യുക്കാവ തിയറി പ്രകാരം പറയുന്നത്. ഇനി എന്താണ് ഈ പയോൺസിൻ്റെ പ്രത്യേകത? പയോൺസ് ക്യാൻ ബി ചാർജ്ഡ് പയോൺസ് ഓർ എ ന്യൂട്രൽ പയോൺ. ചാർജുള്ള പയോൺസ് ഉണ്ട്, പൈ പ്ലസ് പൈ മൈനസ്, അതുപോലെ ന്യൂട്രൽ പയോൺ പൈ സീറോ എന്നുള്ള 3 തരത്തിലുള്ള പയോൺസ് ആണ് ഉള്ളത്. പയോൺസിൻ്റെ മാസ് എന്ന് പറയുന്നത് 200 മടങ്ങ് ഇലക്ട്രോണിൻ്റെ മാസിൻ്റെ 200 മടങ്ങാണ്. Okay, 200 times the mass of electrons. Now, according to Yukawa's theory, every nucleon continuously emits and reabsorbs pions. എന്ന് വെച്ചാൽ ന്യൂക്ലിയസിലുള്ള ഓരോ ന്യൂട്രോണും പ്രോട്ടോണും കണ്ടിന്യൂസ് ആയിട്ട് പയോൺസിനെ എമിറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റീഅബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ ഒരു ന്യൂക്ലിയോൺ ഒരു പയോണിനെ എമിറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അതിനടുത്ത് വേറൊരു ന്യൂക്ലിയോൺ ഉണ്ട്, വേറൊരു ന്യൂട്രോണോ പ്രോട്ടോണോ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സോ ഇഫ് ദർ ഈസ് അനദർ ന്യൂക്ലിയോൺ നിയർ ബൈ, then the emitted pion may shift across to it instead of returning into its parent nucleon. എന്ന് വെച്ചാൽ ആ എമിറ്റ് ചെയ്ത പയോണ് അടുത്ത ന്യൂക്ലിയോൺസിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ആ ന്യൂക്ലിയോണാണ് അതിനെ അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തൊട്ടടുത്തൊരു വേറൊരു ന്യൂക്ലിയോൺ ഉണ്ടെങ്കിൽ ഒരു ന്യൂക്ലിയോൺ എമിറ്റ് ചെയ്ത പയോൺ ആ അടുത്തുള്ള ന്യൂക്ലിയോണിലേക്ക് പോയി ആ ന്യൂക്ലിയോൺ അതിനെ പയോണിനെ അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, പാരൻറ്റ് ന്യൂക്ലിയോൺ തന്നെ അബ്സോർബ് ചെയ്യാണ്ട് നിയർ ബൈ ആയിട്ടുള്ള ന്യൂക്ലിയോണാണ് ആ പയോണിനെ അബ്സോർബ് ചെയ്യുന്നത്. ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ മൊമെൻറ്റം ചേഞ്ച് ഉണ്ടാവും. അല്ലേ? ഒരു മൊമെൻറ്റം ട്രാൻസ്ഫർ നടക്കും. ആൻഡ് ഈസ് ഇക്വലൻ്റ് ടു ദ ആക്ഷൻ ഓഫ് ഫോഴ്സ്. മൊമെൻറ്റം ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് ദാറ്റ് ഈസ് ഇക്വലൻ്റ് ടു ദ ആക്ഷൻ ഓഫ് ഫോഴ്സ്. ഇറ്റ് ക്യാൻ ബി either അട്രാക്റ്റീവ് ഫോഴ്സ് ഓർ എ റിപ്പൾസീവ് ഫോഴ്സ്. പക്ഷേ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്, ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് അസിംപ്റ്റോട്ടിക് ഫ്രീഡം ഉള്ള ഒരു ഫോഴ്സാണ്. അസിംപ്റ്റോട്ടിക് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ അത് റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് റിപ്പൾസീവ് അറ്റ് ഷോർട്ട് റേഞ്ച്.
പക്ഷേ വളരെ അകലെ നിൽക്കുന്ന സമയത്ത് ന്യൂക്ലിയോൺ ഡിസ്റ്റൻസ് വളരെ കൂടുതലാവുന്ന സമയത്ത് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അതിനാണ് പറയുന്ന പേരാണ് അസിംപ്റ്റോട്ടിക് ഫ്രീഡം. ഓക്കെ, നൗ the meson theory could support both of these properties. മെസോൺ തിയറിയുടെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് നേച്ചറും, അതായത് വളരെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ന്യൂക്ലിയോൺസ് വളരെ അടുത്ത് നിൽക്കുന്ന സമയത്ത് അത് റിപ്പൾസീവ് ഫോഴ്സ് എന്നുള്ള നേച്ചർ കാണിക്കുന്നു, വളരെ അകലെ നിൽക്കുന്ന സമയത്ത് അട്രാക്റ്റീവ് ഫോഴ്സ് എന്നുള്ള നേച്ചർ കാണിക്കുന്നു. ഈ രണ്ട് നേച്ചറിനെ സപ്പോർട്ട് ചെയ്യാൻ യുക്കാവയുടെ തിയറിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഫാക്ടർ. നൗ എങ്ങനെയാണ് എക്സ്ചേഞ്ച് ഫോഴ്സസ് അട്രാക്റ്റീവ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഒരു എക്സാമ്പിളിലൂടെ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. നമുക്കത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു, എന്നാലും ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സപ്പോസ് 2 പീപ്പിൾസ്, രണ്ടാൾക്കാർ ബാസ്കറ്റ് ബോൾ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവർ ബാസ്കറ്റ് ബോൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരാൾ ബാസ്കറ്റ് ബോൾ എറിയുന്ന സമയത്ത് നമുക്ക് നാച്ചുറലായിട്ട് പുറകോട്ട് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അത് കാണിച്ചിരിക്കുന്നത് നമുക്കൊരു ബാക്ക്വേർഡായിട്ടൊരു മൊമെൻറ്റം ഉണ്ട് എന്നാണ്. അതുപോലെ തന്നെ ബോൾ ക്യാച്ച് ചെയ്യുന്ന ആൾക്കാർക്കും ബാക്ക്വേർഡിലേക്ക് മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് അല്ലേ. നമ്മൾ ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് പുറകോട്ട് പോകും. സോ വി ഹാവ് എ ബാക്ക്വേർഡ് മൊമെൻറ്റം അല്ലേ. സോ ഇങ്ങനെ ബോൾ എറിയുന്ന സമയത്ത് ത്രോ ചെയ്യുകയാണെങ്കിൽ ദ ഫോഴ്സ് ബിറ്റ്വീൻ ദ 2 പീപ്പിൾ വിൽ ബി റിപ്പൾസീവ് ഫോഴ്സ് അല്ലേ. അവർ അകന്നു പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അവർക്കിടയ്ക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. പക്ഷേ ഇമാജിൻ എ സിറ്റുവേഷൻ വേർ 2 പീപ്പിൾ ആർ സ്നാച്ചിങ് ദ ബോൾ ഫ്രം ഈച്ച് അതർ. ഒരാളടുത്ത് നിന്ന് മറ്റൊരാൾ ബോൾ സ്നാച്ച് ചെയ്യുക എന്ന് വെച്ചാൽ തട്ടിപ്പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ തട്ടിപ്പറിക്കുക എന്ന് പറയുന്ന സമയത്ത് അയാൾ അടുത്തോട്ട് വന്നിട്ടാണ് നമ്മൾ ബോൾ സ്നാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സോ ദർ ഇസ് എ ഫോർവേഡ് മൊമെൻറ്റം അല്ലേ. അപ്പോൾ ആ ഫോർവേഡ് മൊമെൻറ്റം സ്നാച്ചിങ് നടക്കുന്ന സമയത്ത് ഇറ്റ് ക്രിയേറ്റ്സ് എ ഫോർവേഡ് മൊമെൻറ്റം ഫോർ ദി 2 പീപ്പിൾ ആൻഡ് ഇറ്റ് ബിക്കംസ് ആൻ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദം അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാകുന്നതും കാണിക്കുന്നുണ്ട്, അതുപോലെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഫോർവേഡ് മൊമെൻറ്റം ഉണ്ടാകുന്ന സമയത്ത് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകുന്നതും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഫാക്ട്, ഈ രണ്ട് ആൾക്കാർ അകലെയാണ് നിൽക്കുന്നത്. അപ്പോൾ അകലെ നിൽക്കുന്ന സമയത്ത് റിപ്പൾസീവ് ഫോഴ്സ് ആണെന്ന് വിചാരിക്കരുത്, ഇത് ത്രോ ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഫിഗർ മാത്രമാണ് അല്ലേ. ന്യൂക്ലിയർ ഫോഴ്സസിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ അകലെ ഇരിക്കുന്ന സമയത്ത് അട്രാക്റ്റീവ് ആണ് വേണ്ടത്. അപ്പോൾ അകലെ ഇരിക്കുന്ന സമയത്ത് സ്നാച്ചിങ് പോലെയുള്ള പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. പക്ഷേ അടുത്തിരിക്കുന്ന സമയത്ത് റിപ്പൾസീവ് ഫോഴ്സ് ആണ്. അപ്പോൾ അടുത്തിരിക്കുന്ന ന്യൂക്ലിയോൺസ് അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ ബോൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ത്രോയിങ് ടൈപ്പുള്ള പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് ആണ് അവിടെ നടക്കുന്നതാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നൗ ന്യൂക്ലിയർ ഫോഴ്സസ് പാർട്ടിക്കിളിൻ്റെ എക്സ്ചേഞ്ച് മൂലം, അതായത് പയോൺസിൻ്റെ എക്സ്ചേഞ്ച് കൊണ്ടാണ് ന്യൂക്ലിയർ ഫോഴ്സസ് ഉണ്ടാവുന്നത് എന്ന് പറയുകയാണെങ്കിൽ ദർ ഇസ് എ ഫണ്ടമെൻ്റൽ പ്രോബ്ലം. എന്താണ് ഫണ്ടമെൻ്റൽ പ്രോബ്ലം? പ്രോബ്ലം ഇതാണ്: വൈ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺ നെവർ ഫൗണ്ട് മാസസ് അതർ ദാൻ ദെയർ യൂഷ്വൽ മാസസ്. എന്ന് വെച്ചാൽ പ്രോട്ടോൺസിനും ന്യൂട്രോൺസിനും നമ്മൾ സാധാരണയായി നമുക്കറിയാവുന്ന ഒരു മാസമുണ്ട്, ഒരു ഫിക്സഡ് മാസമുണ്ട്. അതിനൊരു വേരിയേഷൻ ഉള്ളതായിട്ട് നമുക്കറിയില്ല അല്ലേ. പക്ഷേ നമ്മൾ പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിനൊരു വേരിയേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ സാധ്യത എന്താണെന്ന് നോക്കാം. ഈ ഫിഗറിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് റെഡ് സർക്കിള് പ്രോട്ടോൺസും ഗ്രീന് പയോൺസും ആണ്. പയോൺസ് ഏത് വേണമെങ്കിലും ആവാം, π+, π-, π0. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഈ ആരോ നേരെ തിരിച്ചരയ്ക്കണം. സോ ഔട്ട്വേർഡ് ആരോ എമിഷൻ കാണിക്കുന്നു, ഇൻവേർഡ് ആരോ അബ്സോർപ്ഷൻ കാണിക്കുന്നു. ഓക്കെ, ഇപ്പോൾ പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ പ്രോട്ടോൺസ് എമിറ്റ് ചെയ്യും, പയോൺസിനെ എമിറ്റ് ചെയ്യും, അതുപോലെ തന്നെ അബ്സോർബ് ചെയ്യും, റീഅബ്സോർബ് ചെയ്യും. ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്നത് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് 2 പ്രോട്ടോൺസ് തമ്മിലുള്ള പയോൺസ് എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, ഫസ്റ്റ് പ്രോട്ടോൺ എമിറ്റ്സ് എ പയോൺ ആൻഡ് ദ സെക്കൻഡ് പ്രോട്ടോൺ അബ്സോർബ്സ് ഇറ്റ്. ദ സെക്കൻഡ് പ്രോട്ടോൺ എമിറ്റ്സ് എ പയോൺ ആൻഡ് ദ ഫസ്റ്റ് പ്രോട്ടോൺ അബ്സോർബ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നമുക്കറിയാം പയോൺസിന് ഇലക്ട്രോണിൻ്റെ മാസിനെക്കാട്ടിലും
200 ടൈംസ് മാസ് ഉണ്ട്. ഇപ്പോൾ എമിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മാസ് എവിടെ നിന്നാണ് വരുന്നത്? പ്രോട്ടോണിൻ്റെ മാസിൽ നിന്ന് ഒരു ഭാഗം അടർത്തി എടുത്തിട്ടാണ് പയോൺ എമിറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ മാസ് കുറയേണ്ടതാണ്. ഇപ്പോൾ മാസ് ഈസ് ഈക്വലൻ ടു എനർജി അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻസ് മാസ് എനർജി റിലേഷൻ അല്ലേ. അപ്പോൾ എം മാസുള്ളൊരു വസ്തു എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ mc² എനർജി ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ മാസ് പയോണിനെ റീഅബ്സോർബ് ചെയ്യുന്ന സമയത്ത് ഇത്രയും മാസ് പ്രോട്ടോണിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മാസ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ എനർജി ഇൻക്രീസ് ചെയ്യണം. പക്ഷെ നമ്മൾ ഈ ഇൻക്രീസും ഡിക്രീസും ഒന്നും നമ്മൾ പ്രോട്ടോണിൻ്റെ മാസിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നില്ല. മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൾവേസ് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും? അതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരമാണ്. നമ്മുടെ ലോസ് ഓഫ് ഫിസിക്സിൻ്റെ ലോസ് എല്ലാം ആപ്ലിക്കബിൾ ആവുന്നത് മെഷറബിൾ ക്വാണ്ടിറ്റീസിനാണ്. ഓക്കെ. അപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം ഡെൽറ്റ ഇ എന്ന് വെച്ചാൽ അൺസർട്ടനിറ്റി ഇൻ എനർജി. അൺസർട്ടനിറ്റി ഇൻ എനർജി എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടോണിൻ്റെ എനർജിക്കുള്ള വേരിയേഷൻ, എത്രത്തോളം വേരിയേഷൻ ഉണ്ട്, എത്രത്തോളം കുറവ്, എത്രത്തോളം കൂടുതൽ ഉണ്ട് എന്നുള്ളത് ആണ്. ആൻഡ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസർട്ടനിറ്റി ഇൻ ടൈം, ആ വേരിയേഷൻ നടക്കാനെടുത്ത സമയം. ദാറ്റ് ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h×2. h× എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. ഓക്കെ. നൗ ഇവിടെ ഒരു നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ പ്രോസസ്സ് പ്രകാരം, പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് പ്രോസസ്സ് പ്രകാരം പ്രോട്ടോണിൻ്റെ മാസിന് ഒരു വേരിയേഷൻ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ നമ്മൾ അത് ഒബ്സർവ് ചെയ്യുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്നില്ല, ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ. സോ ഇത് എനർജി കൺസർവേഷൻ വയലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പ്രോട്ടോണിൻ്റെ ചേഞ്ച് മാസിൽ നമ്മൾ ചേഞ്ച് കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കാണേണ്ടതാണ് അക്കോർഡിംഗ് ടു ദിസ് പിക്ചർ ഓർ ദിസ് സ്കീം വി ഹാവ് ടു ഒബ്സർവ് സം ചേഞ്ചസ് ഇൻ ദ പ്രോട്ടോൺ മാസ്. പക്ഷെ അത് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ സോ ഇറ്റ്സ് ആൻ എനർജി കൺസർവേഷൻ, വയലേഷൻ ഓഫ് എനർജി കൺസർവേഷൻ അല്ലേ. പക്ഷേ നമുക്കറിയാം ഇത് നടക്കുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ്. ഓക്കെ. ഈ എമിഷൻ, പയോൺസിൻ്റെ എമിഷനും അബ്സോർഷനും വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. ആ പ്രോസസ്സ് അങ്ങനെ അത്രയും ഫാസ്റ്റായിട്ടുള്ള പ്രോസസ്സ് ഈവൻ ഇഫ് എനർജി കൺസർവേഷൻ വയലേറ്റ് ചെയ്താൽ പോലും ആ പ്രോസസ്സ് അലൗഡ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. ഇപ്പോൾ പറയുന്നത് an event in which an amount of energy delta E is not conserved, is not prohibited. ഇങ്ങനൊരു ഇവൻറ്റ്, അതായത് എനർജി കൺസർവേഷൻ വയലേറ്റ് ചെയ്യുന്ന ഒരു ഇവൻറ്റ് പ്രോഹിബിറ്റഡ് അല്ല, അത് സാധ്യതയുള്ളൊരു പ്രോസസ്സാണ്. സോ ലോങ് ആസ് ദ ടൈം ഇൻ്റർവെൽ ഡസ് നോട്ട് എക്സീഡ് h×2 ഡെൽറ്റ ഇ. ടൈം ഇൻ്റർവെൽ, അത് ആ പ്രോസസ്സ് നടക്കുന്ന ടൈം ഇൻ്റർവെൽ ഇതിനെക്കാട്ടിലും കൂടാൻ പാടില്ല. h×2 ഡെൽറ്റ ഇ, ഈ ഒരു നമ്പറിനെക്കാട്ടിലും കൂടാൻ പാടില്ല. ഈ നമ്പർ എവിടെ നിന്ന് കിട്ടിയത്? അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം ഡെൽറ്റ ടി ഈക്വൽ ടു എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? h×2 ഈ ഡെൽറ്റ ഇനെ ഇവിടെ കൊണ്ടുവരും. സോ ഈ ടൈം ഇൻ്റർവെല്ലിൽ ഇതിനെക്കാട്ടിലും കൂടുതലല്ലാത്ത എനർജി കൺസർവേഷൻ വയലേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ആണെങ്കിൽ പോലും അത് അലൗഡാണ്. ഓക്കെ. അതുകൊണ്ടാണ് അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് ഈ ഇത്രയും ഫാസ്റ്റായിട്ട് നടക്കുന്ന പ്രോസസ്സ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ മെഷർമെൻറ്റിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒരു പ്രോട്ടോണിൻ്റെ മാസിലുള്ളൊരു വേരിയേഷൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഒരു വേരിയേഷൻ കാണാൻ സാധിക്കാത്തത്. ഓക്കെ. അത് ഈ ഒരു ഫണ്ടമെൻ്റൽ പ്രോബ്ലത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഇൻ ടേംസ് ഓഫ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ.